ജൂൺ മാസത്തിൽ കണക്കുകൾ കൃത്യമായിരുന്നു. 30-ാം തീയതി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരമാകുമ്പോൾ പനിബാധിതരുടെ കണക്ക് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടുകൊണ്ടിരുന്നതാണ്. എന്നാൽ 30-ന് ശേഷം ഒരു കണക്കുമില്ല. കഴിഞ്ഞ മാസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ സ്ഥിതി എത്രത്തോളം രൂക്ഷമാണെന്ന് മനസ്സിലാകും. 75 പേർക്കാണ് വിവിധ പനികൾ ബാധിച്ച് ജീവൻ നഷ്ടമായത്. ഏറ്റവും വലിയ വില്ലനായി മാറുന്നത് എലിപ്പനി. 33 പേരാണ് കഴിഞ്ഞ മാസം എലിപ്പനി ബാധിച്ച് മരിച്ചത്. ഡെങ്കിപ്പനിയും നിരവധി പേരുടെ ജീവനെടുത്തു. ബോഡി ഫുൾ പെയിൻ. ഇവിടെ 1200-ഓളം പേര്, 1200-ന് 1400-500-ന്റെ അടുത്ത് ആളുകൾ വരുന്നു. രോഗികൾ നിലവിലുണ്ട്, OPയിൽ വരുന്നുണ്ട് ഡെയിലി. പനി സമയത്ത് ഈ സ്റ്റാഫുകളുടെ പോരായ്മ എത്രയും പെട്ടെന്ന് പരിഹരിച്ചാലേ ഇത്തരത്തിലുള്ള പാവപ്പെട്ട ജനങ്ങളെ ആശ്രയിക്കുന്ന ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു താലൂക്ക് ആശുപത്രിയുടെ ചികിത്സാ സംവിധാനം നമുക്ക് ലഭിക്കുള്ളൂ. മിക്കവാറും തന്നെ ചിലപ്പോൾ ഇവിടെ എല്ലായിടത്തും ആളുണ്ടായാലും ചിലപ്പോൾ 3 പേരുണ്ട്, ചിലപ്പോൾ 4 പേരുണ്ടാവും. ജൂൺ മാസത്തിൽ സംസ്ഥാനത്ത് പനിബാധിതരായത് 2.5 ലക്ഷത്തോളം ആളുകൾ. ജൂൺ 29-ലെ കണക്കനുസരിച്ച് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 10,000-ത്തിലധികമാണ്. സ്ഥിതി ഇത്ര രൂക്ഷമായിരിക്കെയാണ് പുതിയ കണക്കുകൾ പോലും പുറത്തുവിടാതെ സംസ്ഥാന സർക്കാർ ഒളിച്ചു കളിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.